സോയൂസ് MS വിക്ഷേപണത്തിന്റെ രോഗിയാണ് മലയാളിയായ അനിൽ മേനോനും സംഘത്തിനുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര അല്പസമയത്തിനകമാണ് ദൃശ്യങ്ങളിലേക്ക്. Deploying its solar arrays and navigational antennas. At that point, the 3 Soyuz crew members will be 1,137 miles behind and 142 miles below the space station, and the chase will begin. This will then result in a docking to the Prishal node module on the Earth-facing side of the space station's Russian segment at around 12:56 p.m. Central Time, 1:56 p.m. Eastern Time. Again, following today's launch at 9:47 a.m. Central Time, 10:47 a.m. Eastern Time, which is 7:47 p.m. in Baikonur, the crew has a 2-orbit, 3-hour journey ahead of that docking later today. At the launch site on the steppe of Kazakhstan, NASA officials are on hand. എന്നാലും അല്പസമയത്തിനകം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും. അതുല്യ ചേരുന്ന വിവരങ്ങളുമായി. അതിൽ ഏതായാലും മലയാളികളുടെ അഭിമാനം വാനോളം ഉയരാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നൊക്കെയാണ് മറ്റു വിവരങ്ങൾ. NASA Human Spaceflight Deputy Administrator Joel Montalbano, International Space Station Deputy Program ദീപ്തി, അങ്ങനെ ഒറ്റപ്പാലത്ത് വേരുകളുള്ള ഒരു പാതി മലയാളി ഇന്ന് ബഹിരാകാശം തൊടാനുള്ള തൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മിൻ്റെയും അതുപോലെ തന്നെ നാസയുടെയും ഒരു സംയുക്ത ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്കുള്ള 3-അംഗ സംഘത്തിൻ്റെ ഈ ഒരു യാത്ര അത് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. അതിൽ മലയാളികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്കും വലിയ അഭിമാനമായാണ് അനിൽ മേനോൻ എന്ന് പറയുന്ന ഒരു പകുതി മലയാളി കൂടിയായ ഒരു ഇന്ത്യൻ വംശജൻ ഈ യാത്ര തിരിക്കാൻ പോകുന്നത്. റോസ്കോസ്മോസിന്റെ സോയൂസ് MS 29 എന്ന പേടകത്തിൽ കസാഖിസ്ഥാനിലെ ബൈക്കനൂറിൽ നിന്ന് ഇന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഈ പറയുന്ന MS 29 സോയൂസ് എന്ന ക്യാപ്സ്യൂളിലാണ് ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര. ഈ കോസ്മോഡ്രോമിലെ 31ാമത്തെ സൈറ്റിൽ 6ാമത്തെ ലോഞ്ച് പാഡിൽ ഈ വിക്ഷേപണത്തിന് പേടകം തയ്യാറായി നിൽക്കുകയാണ്. ഇനി അല്പസമയം മാത്രമാണ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 10 മിനിറ്റുകൾ മാത്രമാണ് ഈ ഒരു വിക്ഷേപണത്തിന് ബാക്കിയുള്ളത്. ഇന്ത്യൻ സമയം 8:17 വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. 3 പേരടങ്ങുന്ന സംഘമാണ് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. റഷ്യൻ കോസ്മോനോട്ടുകളായിട്ടുള്ള പ്യോട്ർ ഡ്യൂബ്രോവ് അതുപോലെ തന്നെ അന്ന കിക്കീന എന്നിവരാണ് അനിൽ മേനോനൊപ്പം സംഘത്തിലുള്ളത്. അതിൽ കോസ്മോനോട്ട് ഡ്യൂബ്രോവ് ആണ് ഈ സംഘത്തിൻ്റെ തലവൻ. അനിൽ മേനോൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സർജൻ അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗിലും ബിരുദം നേടിയിട്ടുള്ള, ബഹിരാകാശത്ത് ഇതിനു മുൻപും ദൗത്യങ്ങളിൽ മെഡിക്കൽ സർജനായി സേവനം അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ തൻ്റെ മെഡിക്കൽ വിജ്ഞാനം ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അനിൽ മേനോൻ. അദ്ദേഹം പ്രധാനമായും ഈ ഒരു ദൗത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് അത് കുറച്ച് സവിശേഷമാണ്. കാരണം സാധാരണയായി ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് പോകുന്നവർ ബഹിരാകാശത്തെ മറ്റ് വസ്തുക്കൾ ശേഖരിക്കുന്നത്, അവിടുത്തെ പൊടിപടലങ്ങൾ അതുപോലെ തന്നെ പാറയുടെ ശകലങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുക, ബഹിരാകാശത്തെ മറ്റ് പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കുക, അതുപോലുള്ള കൂടുതൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലാണ് പര്യവേക്ഷണം നടത്താറ്. എങ്കിൽ അനിൽ മേനോന്റെ ദൗത്യം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് ഉള്ളവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം ബഹിരാകാശത്ത് ഈ ഒരു ക്യാപ്സ്യൂളിനുള്ളിലാണ് അവർ ഏത് സമയവും ഉണ്ടായിരിക്കുക. അതായത് ഈ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഒരു വലിയ ക്യാപ്സ്യൂളായി അതിനെ കണക്കാക്കാം. ഏത് സമയവും മൂടപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ളൊരു മൈക്രോ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു തരം അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം അതുപോലെ തന്നെ നാഡീവ്യൂഹങ്ങൾ, അതായത് ന്യൂറോൺ സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന നാഡീവ്യൂഹങ്ങളുടെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതുപോലെ തന്നെ രക്തത്തിലുണ്ടാകുന്ന വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യ ശരീരം ഈ പറയുന്ന ഒരു മൈക്രോ ഗ്രാവിറ്റി, ബഹിരാകാശത്തിലെ മൈക്രോ ഗ്രാവിറ്റി എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അനിൽ മേനോന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്, നമ്മൾ ഇത്തരത്തിലുള്ള ഹൈക്കിംഗ് പോലുള്ള, അതായത് വലിയ രീതിയിൽ മല കയറുന്നവരും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പേടകങ്ങളിൽ ബഹിരാകാശത്തേക്ക് പോകുന്നവരടക്കമുള്ളവർ ഉപയോഗിക്കുന്ന ശരീരത്തിൽ ഊർജം നിലനിർത്താൻ പെട്ടെന്ന് ധാതുലവണങ്ങളും അതുപോലെ തന്നെ ശരീരത്തിലെ ഊർജവും പെട്ടെന്ന് ഉയർത്താൻ സഹായിക്കുന്ന IV ഫ്ലൂയിഡുകളുടെ നിർമ്മാണം, അത് കുടിവെള്ളം ഉപയോഗിച്ച് എങ്ങനെ നിർമ്മിക്കാം, അതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക തുടങ്ങി വളരെയധികം, അതായത് ഈ ഒരു ബഹിരാകാശ പര്യവേഷണ രംഗം
രംഗത്ത് തന്നെ വളരെ വിപ്ലവകരമായി മാറ്റങ്ങൾ ഉണ്ടാക്കാനാവുന്ന പരീക്ഷണങ്ങൾക്കായാണ് അനിൽ മേനോൻ അവിടേക്ക് എത്തുന്നത്. 2014, അതായത് 12 വർഷങ്ങൾക്ക് മുൻപാണ് ഫ്ലൈറ്റ് സർജനായ നാസയിൽ ഫ്ലൈറ്റ് സർജനായ അനിൽ മേനോൻ ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് മെഡിക്കൽ പിന്തുണ നൽകുന്ന ടീമിൽ അംഗമാകുന്നത്. അതായത് ബഹിരാകാശ സഞ്ചാരികൾ അവർ ഈ യാത്രയ്ക്ക് മുൻപുള്ള അവരെ ഒരുക്കുന്നതിനും അതുപോലെ തന്നെ തിരിച്ച് സ്പ്ലാഷ് ഡൗൺ ചെയ്തതിന് ശേഷം അവർക്ക് അടിയന്തരമായി വൈദ്യസഹായം നൽകുന്നതിനുള്ള മെഡിക്കൽ ടീമിലും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്പേസ് എക്സിൽ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനായി ജോയിൻ ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ സ്പേസ് എക്സിന്റെ ആദ്യത്തെ മെഡിക്കൽ ഡയറക്ടർ എന്ന പദവിയും അദ്ദേഹത്തിന്റെ തന്റെ ഒപ്പം എത്തുകയായിരുന്നു. അതിനുശേഷം 2021 അദ്ദേഹം ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2 വർഷം നീണ്ട വലിയ ട്രെയിനിങ്ങിനും പരിശീലനത്തിനുമെല്ലാം ഒടുവിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ യാത്രയ്ക്ക് സജ്ജനായിരിക്കുന്നത്. അദ്ദേഹം ആദ്യ മലയാളി എന്നുള്ളൊരു ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ മലയാളി, അല്ലെങ്കിൽ ഒരു മലയാളിത്തമുള്ള ആദ്യയാൾ എന്ന് പറയുന്ന ഒരു ചരിത്ര നേട്ടം കൂടി ഇന്ന് അനിൽ മേനോനോടൊപ്പം ഉണ്ടാവുകയാണ്. 2021 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2021 ഡിസംബറിൽ അദ്ദേഹം ഈ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം 2 വർഷത്തെ നീണ്ടുനിന്ന പരിശീലനം, അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക ശാസ്ത്രപരമായിട്ടല്ലാതെ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ, അത് ഈ ബഹിരാകാശത്ത് ഏതെല്ലാം രീതിയിൽ സാധ്യമാകും, തുടർന്ന് അതിനുള്ള പരിശീലനം, ഇതിനെല്ലാം ശേഷം 5 വർഷക്കാലത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഈ ഒരു യാത്രയ്ക്ക് ഇവർ തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ വിപ്ലവകരമായ ഒരു യാത്രയായി തന്നെയാണ് ഈ സോയൂസ് MS-29 ദൗത്യം അറിയപ്പെടുന്നത്. രാത്രി 8:17, അതായത് ഇന്ത്യൻ സമയം 8:17, ഇനി അല്പസമയം കൂടിയാണ് ഇതിനുള്ളത്. 8:17 പേടകത്തിന്റെ വിക്ഷേപണം നടക്കുക. രാത്രി 10:40 ബഹിരാകാശ നിലയവുമായി പേടകം ഡോക്ക് ചെയ്യാൻ ആരംഭിക്കും എന്നാണ് നാസയുടെ ഒരു പുറത്തുവിട്ട ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പറയുന്നത്. അതിൽ തന്നെ ഈ പേടകത്തിന്റെ ബഹിരാകാശ നിലയത്തിന്റെ വിവിധ ഘട്ടങ്ങളായാണ് ഈ ഒരു ഡോക്കിംഗ് നടക്കുക. ഡോക്കിംഗ് എന്ന് പറയുന്നത് ഈ സോയൂസ് പേടകം, അതായത് ഭൂമിയിൽ നിന്ന് ഇവരെയും വഹിച്ചുകൊണ്ട്, ബഹിരാകാശ സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് പോകുന്ന സോയൂസ് പേടകം ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പരസ്പരം 2 പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് പോലെയാണ് പരസ്പരം ഘടിപ്പിക്കപ്പെടുക. അതിനുള്ളിലൂടെയാണ് ഇവർ പേടകത്തിനുള്ളിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് മാറുക. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്കിങ്ങിൻ്റെ ആദ്യ ഘട്ടം 10:46 ആരംഭിക്കും. അതിൽ തന്നെ 11:00 പേടകം ബഹിരാകാശ നിലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള പ്രിച്യാൽ മൊഡ്യൂളുമായി ഘടിപ്പിക്കപ്പെടും. ഏതാണ്ട് വളരെയധികം സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. അതായത് ഈ 11:30 ഈ ബഹിരാകാശ നിലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള, ഏറ്റവും പുറത്തെ പാളി എന്ന് വേണമെങ്കിൽ പറയാം, ആ പുറത്തെ പാളിയായ പ്രിച്യാൽ മൊഡ്യൂളുമായി ഘടിപ്പിക്കാൻ ആരംഭിക്കും. അതിനുശേഷം നാളെ പുലർച്ചെ 1 മണിയോടുകൂടി ഹാച്ച് ഓപ്പൺ ആവും. അതായത് ഈ പേടകത്തിന്റെ കവാടം ബഹിരാകാശ നിലയത്തിന്റെ കവാടം തുറക്കാൻ ആരംഭിക്കും. ഹാച്ച് ഓപ്പണിംഗ് എന്നാണ് ആ പ്രക്രിയയ്ക്ക് പറയുന്നത്. ഈ ഹാച്ച് ഓപ്പണിങ്ങിന് ശേഷം 1:30 പേടകത്തിൻ്റെ കവാടം പൂർണ്ണമായി തുറന്ന് ഇവർക്ക് ബഹിരാകാശ സഞ്ചാരികൾക്ക് നിലയത്തിലേക്ക് കയറാൻ കഴിയും എന്നാണ് നിലവിലെ ഒരു കണക്ക്, അല്ലെങ്കിൽ നാസ പുറത്തുവിട്ടിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അത് സ്വാഭാവികമായും സംഭവിക്കാമെങ്കിലും 11:30 ഡോക്കിങ്ങിലെ ആദ്യ പ്രക്രിയയായിട്ടുള്ള പ്രിച്യാൽ മൊഡ്യൂളുമായി ഘടിപ്പിക്കുകയും അതിനുശേഷം 1 മണിക്ക് ഹാച്ച് ഓപ്പണിംഗ് നടക്കും. അതിനുശേഷം 1:30 പൂർണ്ണമായും ഈ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാവുകയും ബഹിരാകാശ സഞ്ചാരികൾ, ഈ 3-അംഗ സംഘം, ഡോക്ടർ അനിൽ മേനോൻ അടങ്ങുന്ന ബഹിരാകാശ സഞ്ചാരികളുടെ സംഘം ISSലേക്ക്, അതായത് ഈ നമ്മുടെ ബഹിരാകാശ നിലയത്തിലേക്ക് കയറുകയും ചെയ്യും. ഇതിൽ ഈ എക്സ്പെഡീഷനിലെ 74ാമത്തെ ക്രൂ അംഗങ്ങളായി 8 മാസക്കാലം ഇവർ അവിടെ ചെലവഴിക്കും. തിരിച്ചിനി 2027 ഏപ്രിൽ മാസത്തിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. ഈ 8 മാസത്തിനിടയിൽ ഭാവിയിൽ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഉതകുന്ന നിരവധിയായിട്ടുള്ള പര്യവേക്ഷണങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകുക. അതുപോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്കുള്ള DNA സാങ്കേതിക വിദ്യ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ നടത്തും. പ്രത്യേകിച്ചും
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകൾ, ഇവയെല്ലാം തന്നെ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കുന്നവയാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ, അതായത് അത്യാവശ്യമായിട്ടുള്ള അതേസമയം ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആധുനികമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി സെമി കണ്ടക്ടറുകൾ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നതിലാണ് പ്രധാനമായും ഒരു പരീക്ഷണം നടക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ ബഹിരാകാശ നിലയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ ഭൂമിയിൽ നിന്നൊരു ടീം അങ്ങോട്ടേക്ക് പോവുക എന്നതിലപ്പുറം കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു ബദൽ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപ് സ്പേസ് എക്സിൻ്റെ സമാനമായ രീതിയിൽ ഈ ദൗത്യ സംഘത്തിലെ ഒരാൾക്ക് വയ്യാതായതിനെ തുടർന്ന് ഭൂമിയിൽ നിന്നൊരു സംഘം അടിയന്തരമായി ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയും അവരെ തിരിച്ചെത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പുതിയ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ അത് ബഹിരാകാശത്ത് വെച്ച് തന്നെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി നടത്തുന്നത്. അതുപോലെ തന്നെ ബയോ പ്രിൻറ്റിംഗ് അഥവാ ബഹിരാകാശത്ത് ഈ ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥ, മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യൻ്റെ ശരീരത്തിലെ പ്രക്രിയകളെ അതെങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് രക്തക്കുഴലുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്തയോട്ടം, രക്തക്കുഴലുകൾ, നാഡീവ്യൂഹം തുടങ്ങിയവയുടെ ഒക്കെ ഒരു ബയോ പ്രിൻ്റ് തയ്യാറാക്കുക എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ കൃത്യം സമയം 8:17 ഈ 3 പേർ, അതായത് അനിൽ മേനോൻ, ഡുബ്രോവ്, അതുപോലെ അന്ന കിക്കിന 3 പേരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം അതിൻ്റെ വിക്ഷേപണത്തിനുള്ള ആദ്യ ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. പേടകവുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഭൂമിയിലെ പില്ലറുകൾ അവ വിട്ടുമാറിക്കഴിഞ്ഞു. ഇനി പേടകം ജ്വലിച്ച് മുകളിലേക്ക് ഉയരും. സൊയൂസ് MS-29 എന്ന് പറയുന്ന കസാക്കിസ്ഥാനിൽ നിന്നുള്ള റഷ്യയുടെ സോയൂസ് ക്യാപ്സ്യൂളിലാണ് അത് ആ പേടകം അങ്ങനെ Minin, Dubrov, and Kikina now on their way to the International Space Station as part of a 2-orbit journey. All the system parameters are nominal. We have good roll, pitch, and yaw as we head downrange. Engines of the first and second stage are functioning normally. We have confirmation that the first and second stage engines have good performance. We have good structural parameter performance, and the Soyuz is delivering 930,000 pounds of thrust from its 4 boosters and single engine. The first stage of the Soyuz measures 68 feet in length and 24 feet in diameter, burning liquid fuel for the first 2 minutes and 6 seconds of flight. We're now a minute into today's flight. Everything continuing to proceed as planned, and the velocity is currently 1,100 miles per hour. 70. The flight is nominal. 70. Flight nominal. We're now a minute and 20 seconds into today's flight of the Soyuz MS-29 spacecraft on top that Soyuz 2.1A booster. We still have good first stage performance. First and second stage engines stable. Pressure is 1429. Copy. We're now 1 minute and 54 seconds into today's flight, so the escape tower has been jettisoned. And momentarily, the 4 strap-on boosters have been jettisoned, and these have completed their job and have dropped away at an altitude of 28 statute miles. The Soyuz is now traveling at about 3,350 miles an hour, and there you can see on your screen as those 4 strap-on boosters were jettisoned. The pressure is nominal. Again, everything continuing to proceed as planned. We are receiving good reports of the structural performance of the Soyuz as it continues its ride uphill. We are now just over 2.5 minutes into today's launch of the Soyuz MS-29 spacecraft. And that launch shroud has now been jettisoned, and the rocket's altitude is now about 48 miles high. And we're now seeing an external rocket camera view that the crew will switch in to replace the in-cabin view at that time of fairing separation.
We're now 3 minutes into today's launch of the Soyuz spacecraft. Everything continuing to proceed as planned and receiving good reports from the blockhouse in Baikonur. The Soyuz is now traveling at a speed of about 4,700 miles per hour. The Soyuz core stage is performing as expected, and the core stage of the Soyuz is 56 feet in length, 13.5 feet in diameter, with a single engine with 4 fuel chambers providing between 178,000 and 220,000 pounds of thrust for its 3 minute and 28 seconds of operation. 210 seconds. Control system parameters nominal. Copy. We're about 3 minutes and 45 seconds into today's flight of the Soyuz as it continues its flight uphill. It is about an 8 minute and 50-second total ride to orbit before we have that third stage separation, and the Soyuz spacecraft will be on its way to chase the International Space Station. Copy. The crew are feeling fine. The core stage, once it was ignited, continues to burn until the 4 minute 43-second mark, which is coming up in about 30 seconds from now. And the Soyuz uses what's called a hot stage technique, and the third stage will then ignite while the second is still burning. And this is why the Soyuz has an open area in between the second and third stages. അങ്ങനെ സോയൂസ് We are continuing to receive ബഹിരാകാശത്തേക്കുള്ള good യാത്ര reports ആരംഭിച്ചിരിക്കുകയാണ്. of the Soyuz performance as it continues its journey uphill. We're now about 4 minutes and 50 seconds into today's flight. So the third stage did begin igniting at that 4 minute 45-second mark, which means the second stage is now shutting down. ഏതായാലും സോയൂസ് അങ്ങനെ ബഹിരാകാശത്തേക്കുള്ള യാത്ര വിജയകരമായി തന്നെ തിരിച്ചിരിക്കുകയാണ്. ലോഞ്ച് പാഡിൽ നിന്നും വിജയകരമായി തന്നെ വിക്ഷേപണം നടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലയാളികളുടെ അഭിമാനവും വാനോളം ഉയരുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ആദ്യമായി ഒരു മലയാളി ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നു എന്ന അഭിമാന നിമിഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മലയാളിയായ അനിൽ മേനോനാണ് ഈ ഒരു സംഘത്തിലുള്ളത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അങ്ങനെ സോയൂസ് യാത്ര ബഹിരാകാശത്തേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. ലോഞ്ച് പാഡിൽ നിന്നും വിജയകരമായി തന്നെ വിക്ഷേപണം കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ മോസിൻ്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. കസാഖ്സ്ഥാനിലെ ബൈക്കനൂരിലെ റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്നുമാണ് വിജയകരമായി വിക്ഷേപണം നടന്നിരിക്കുന്നത്.